നമ്മളൊന്ന് നടക്കാൻ ഇറങ്ങിയതാട്ടാ, അതും മെട്രോയിൽ. അതായത് മെട്രോയിൽ ബിദാ പാർക്കിൽ പോയിട്ട് അവിടെ നിന്ന് നടക്കാൻ വേണ്ടിയിട്ടാണ്. ഈവനിങ് ഫുഡൊക്കെ കഴിച്ച് നല്ല സെറ്റായതിനു ശേഷം പിന്നെയും കുറച്ച് സമയമുണ്ട്. അപ്പോൾ ഉറക്കമൊന്നും വരാത്തതുകൊണ്ട് നമ്മൾ പറഞ്ഞു നമുക്കൊന്ന് പാർക്കിൽ പോയിട്ട് വരാം. അങ്ങനെയായിട്ടാണ് വന്നത്. പാർക്കിലെത്തിയ ഉടനെ ആളുടെ കണ്ണിൽ ഇത് പെട്ട്. അപ്പോൾ അവൻ അത് വേണമെന്ന് പറഞ്ഞു. നല്ല ക്ലൈമറ്റ്, പിന്നെ വിശാലമായിട്ട് അവനിതിങ്ങനെ ഓടിച്ചു പോകാനുള്ള സൗകര്യമുണ്ട് അവിടെ ബിദാ പാർക്കിൽ. അപ്പോൾ ഏതായാലും അരമണിക്കൂറേക്ക് 25 റിയാൽ വെച്ചിട്ടുള്ള ഒരു ഫെസിലിറ്റി ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ റെൻറ്റിന് എടുത്തിട്ട് ഇതാ ആൾ എൻജോയ് ചെയ്യുന്നു. കയ്യിൽ കിട്ടിയപ്പോൾ തുടങ്ങി അതെടുത്ത് പറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ താഴെയൊന്നും അല്ല നിന്നത്, ഞാൻ കുറേ പിറകിലോടി. പിന്നെ മതിയായപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നിന്നു. വിശാലമായിട്ട് ഇങ്ങനെ പരന്ന് കിടക്കുന്ന ഏക്കർ കണക്കിന് നമ്മൾ ബിദാ പാർക്ക്. അതുകൊണ്ട് തന്നെ പല പല ആക്ടിവിറ്റീസിലും ഗെയിമിലും പല ആൾക്കാർ ഫ്രണ്ട്സായിട്ടും ഒറ്റക്കും ഒക്കെ ഉണ്ട്. ഇങ്ങനെ പല ഭാഗത്തായിട്ട് പല ഗെയിമിനുള്ള സൗകര്യവും ഉണ്ട് അവിടെ. അവൻ്റെ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ഞാനും ഒരുപാട് ഇതിലൊക്കെ നടന്ന് കുറേ അവനെടുത്തു കഴിഞ്ഞപ്പോൾ അവനൊരു ആഗ്രഹം, ഉമ്മ ഒന്ന് എടുത്ത് നോക്കുന്നത്. കുറേ അവൻ നിർബന്ധിച്ചപ്പോൾ ഞാനും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്ത്. അടിപൊളി. അല്ലെങ്കിലും പിള്ളേരെടുക്കുന്ന ഈ വണ്ടിയൊന്നും വലിയ ആൾക്കാരെടുക്കാൻ പാടില്ല എന്നൊന്നും എവിടെയും പറഞ്ഞിട്ടൊന്നും ഇല്ല കേട്ടോ. നമ്മളെല്ലാം ചെറുപ്പത്തിൽ ഇതൊന്നും കണി കണ്ടിട്ട് പോലും ഇല്ലാത്ത സാധനങ്ങളാണ്. അപ്പോൾ ഇപ്പോൾ മക്കളെടുക്കും അതിനും കൂടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാം. അപ്പോൾ ഒരു 5-10 മിനിറ്റത്തേക്ക് നമ്മളും ആ ഒരു പിള്ളേരുടെ ലെവലിലേക്ക് പോകും. ഇതൊക്കെ തന്നെയല്ലേ ലൈഫ്. സന്തോഷിക്കാനും ഹാപ്പി ആയിട്ടിരിക്കാനും നമ്മളായിട്ട് ഓരോരോ വഴി കണ്ടെത്താം. പ്രത്യേകിച്ച് നമ്മളെ മക്കളെ കൂടിയാകുമ്പോൾ അടിപൊളി. ഇതാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ നിങ്ങൾക്കും ഇങ്ങനെ സന്തോഷിക്കാനും പിന്നെ ഹാപ്പി ആയിട്ടിരിക്കാനും ഓരോ അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. ബൈ.